വീഡിയോ ചെയ്തിരുന്നു വേക്കൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ചധികം വേക്കൻസികൾ വന്നിട്ടുണ്ട്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലോട്ട് ഒരു 3 വേക്കൻസിയും ഓപ്പറേഷൻസിലോട്ട് 2 പ്രൈസിങ്ങിലോട്ട് 2. അപ്പോൾ പ്രൈസിങ്ങിലും ഓപ്പറേഷൻസിലും നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫ്, അതായത് നമ്മളൊരു 2 ഇയേഴ്സ് അറ്റ്ലീസ്റ്റ് ഒരു ബാക്ക് എൻഡിൽ വർക്ക് ചെയ്ത 2 സ്റ്റാഫിനെ വീതമാണ് നമ്മൾ പ്രൈസിങ്ങിലും ഓപ്പറേഷൻസിലും നോക്കുന്നത്. ഇതൊരു കീ പോർഷൻ ആണ്. ആക്ച്വലി നമ്മളിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 മന്ത് ആകുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു ഫ്രഷർ എടുത്തിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് ചെയ്യാനുള്ളൊരു ടൈം ഗ്യാപ്പ് ഇല്ല. അപ്പോൾ അതാണ് നമ്മളൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 2 പേര് ഇനീഷ്യലി നോക്കുന്നത്. ഇപ്പോൾ പലരും ചോദിക്കും, നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം എടുത്തു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് എവിടെ നിന്നാണ് ജോബ് കിട്ടുക, ആരെങ്കിലും ഓപ്പർച്യൂണിറ്റി തന്നാലല്ലേ ജോബ് കിട്ടും, ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അവരോട് പറയാനുള്ളത് വെച്ചാൽ നമുക്ക് ഫ്രഷേഴ്സിന് ഓപ്പണിങ്സ് വരും, ഓപ്പറേഷൻസിലും പ്രൈസിങ്ങിലൊക്കെ വരും. ഫസ്റ്റ് 2 പോസ്റ്റ്, ഇത് ഫസ്റ്റ് കീ പൊസിഷൻ ആയതുകൊണ്ടാണ് നമ്മൾ എക്സ്പീരിയൻസ്ഡ്, അതായത് UIൻ്റെ ബാക്ക് എൻഡ് എക്സ്പീരിയൻസ് ഉള്ള 2 പേരും ഇത് എടുക്കുന്നത്. പിന്നെ നമുക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ലാംഗ്വേജ് സ്കില്ല്, കസ്റ്റമേഴ്സിനോട് സംസാരിക്കാനും നല്ല രീതിയിൽ നല്ല ചാടി നിൽക്കുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിലോട്ട് അപ്ലൈ ചെയ്യാം, സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലോട്ട് അപ്ലൈ ചെയ്യും. അതിൽ നമുക്കൊരു 3-4 വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ലോജിസ്റ്റിക്സ് പഠിക്കണം എന്നുള്ളൊരു ക്രൈറ്റീരിയ സംഭവങ്ങളൊന്നുമില്ല. നിങ്ങളൊരു MBA സ്റ്റുഡൻറ്റ് ആണ്, അത്യാവശ്യം നല്ല ലാംഗ്വേജ് സ്കില്ല് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.